ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വലിയ സ്വപ്നം തോന്നിയിട്ടുണ്ടോ? ആ സ്വപ്നം അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം, എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നിങ്ങളുടെ സ്വപ്നം എത്ര വലുതാണെന്നോ എത്ര ദൂരെയാണെന്നോ എനിക്കറിയില്ല. ചിലപ്പോൾ അത് നേടാനായി ശ്രമിച്ച് നിങ്ങൾ ഒരുപാട് തവണ തളർന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചോളൂ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ സ്വപ്നമുണ്ടല്ലോ, അത് തീർച്ചയായും സാധ്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ, ആ സ്വപ്നത്തിലേക്കുള്ള വഴി ഒരിക്കലും ഒരു പൂമത്തെ ആയിരിക്കില്ല. നമ്മുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് നല്ല കഠിനാധ്വാനം വേണ്ടിവരും. അതെ, അപ്പൊ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പോരാട്ടമാണ്. നമുക്കാർക്കും ഒഴിവാക്കാൻ പറ്റാത്ത, പക്ഷെ ഉറപ്പായും അതിജീവിക്കാൻ കഴിയുന്ന ചില പോരാട്ടങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉറപ്പാണ് ഒരുപാട് നിരാശകൾ വരും, പരാജയങ്ങളുണ്ടാവും, ചിലപ്പോൾ നല്ല വേദന തോന്നും. ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒരു സംശയം വരും, അല്ലേ? എന്റെ ദൈവമേ, എന്താ ഇത്, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും. പക്ഷേ കുറച്ച് പ്രയാസങ്ങൾ വന്നെന്ന് കരുതി നിങ്ങളുടെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. എപ്പോഴും ഓർക്കുക, ഈ കഷ്ടകാലമൊക്കെ വരും, പക്ഷെ അതൊന്നും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നതല്ല. അതൊക്കെ അങ്ങ് കടന്നുപോകും. പലപ്പോഴും പുറത്തുള്ള തടസ്സങ്ങളെക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള തടസ്സങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. ഇതൊരു നല്ല ചോദ്യമാണല്ലേ? എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും അവരുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി ഒന്നും ചെയ്യാത്തത്? അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അപ്പോ എന്താണീ കാരണം? ഒന്നുമല്ല, പേടിയാണ്. വെറും ഭയം. പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടി. ഇനി അഥവാ ജയിച്ചാലോ ആ വിജയം എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ള വേറൊരു പേടി. അതുകൊണ്ട് ഇവരെന്തു ചെയ്യും? മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കും, അവരെ സന്തോഷിപ്പിക്കാൻ നോക്കും. പക്ഷേ റിസ്ക് എടുക്കാൻ ധൈര്യമുള്ളവർ അങ്ങനെയല്ല. അവർ സ്വന്തം സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ വില എന്താണെന്ന് അവർ തന്നെ തീരുമാനിക്കും. അവർ അവരിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു സാധാരണ ആളായി ഒതുങ്ങേണ്ട ഒരാളല്ല. നിങ്ങൾക്ക് തികച്ചും ഒരു അസാധാരണ വ്യക്തിയായി മാറാൻ സാധിക്കും. ആ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി അത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് എല്ലാറ്റിന്റെയും തുടക്കം. ശരി, ഇതെങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ അറിവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഏറ്റവും അവസാനമായി, നിങ്ങളെപ്പോലെ തന്നെ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ആളുകളുമായിട്ട് മാത്രം കൂട്ടുചേരുക. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങളെക്കുറിച്ച് വേറൊരാളെ എന്ത് പറയുന്നു എന്നതിന് ഒരു വിലയും കൊടുക്കരുത്. അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സത്യമായി മാറാൻ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് മറ്റാര് വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം വിശ്വസിച്ചേ മതിയാകൂ. ഓക്കെ, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പോ പ്രവർത്തിക്കാനുള്ള സമയമാണ്. വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, അല്ലേ? നിങ്ങളിപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? പക്ഷെ അതിനുവേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലേ? എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഒരു നല്ല സമയം വരും എന്നിട്ട് തുടങ്ങാം എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ആ സമയം ചിലപ്പോൾ ഒരിക്കലും വരില്ല. ഇപ്പോ തന്നെ തുടങ്ങണം. നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ആ ചുവടുണ്ടല്ലോ, അത് ഇപ്പോ തന്നെ വയ്ക്കോ. അതൊരു ചെറിയ സ്റ്റെപ്പാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. തുടങ്ങുക, അതാണ് ഏറ്റവും പ്രധാനം. വഴിയിൽ ഒരുപാട് തിരിച്ചടികളുണ്ടാകും. ചിലപ്പോഴാളുകൾ നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും തോറ്റുപോയേക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരൊറ്റ ചിന്ത മാത്രം മതി: ഞാൻ വിജയിക്കുന്നതുവരെ എന്റെ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ ഈ വാക്കുകൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വിശകലനം നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കടുത്ത തവണ കാണാം.